ഹലോ. കൊട്ടിയൂർ ഉത്സവമൊക്കെ തുടങ്ങിയില്ലേ? നമുക്ക് കൊട്ടിയൂർ പോയാലോ? ഉത്സവം തുടങ്ങി മൂന്നാമത്തെ ദിവസം തന്നെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നേ. വൈകുന്നേരമായിരുന്നു പോയത്. അതുകൊണ്ട് തന്നെ ഒട്ടും തിരക്കുണ്ടായിരുന്നില്ല. കൊട്ടിയൂർ ഉത്സവം എന്ന് പറയുമ്പോൾ ഓർമ്മ വരുന്നത് പണ്ട് നല്ല മഴയത്ത് സ്കൂളൊക്കെ വിട്ട് വന്നു കഴിഞ്ഞ് അച്ഛന്റെ അമ്മേന്റെയും കൂടെ പോകുന്നതാ. അന്ന് രാവിലെ സ്കൂളിലേക്ക് പോവാൻ തന്നെ ഒരു സന്തോഷമായിരിക്കും. വൈകുന്നേരം വന്നിട്ട് കൊട്ടിയൂർ പോകാലോ എന്നുള്ള സന്തോഷം. ആ വെള്ളത്തിലൂടെ ഇങ്ങനെ ചുറ്റാനും അവിടുന്ന് വളയും മാലയൊക്കെ വാങ്ങാനൊക്കെ എന്ത് ഉത്സാഹമായിരിക്കും എന്നറിയോ? അതൊക്കെ ഒരു കാലം. ഇപ്പോഴും അത് ഓർക്കുമ്പോൾ ഒരു രോമാഞ്ചിഫിക്കേഷൻ വരും. ഫ്ലാഷ് ബാക്ക് നിർത്തിയിട്ട് നമുക്ക് ഇപ്പോഴത്തെ കാര്യം സംസാരിക്കാം. നിങ്ങളൊക്കെ പോയോ കൊട്ടിയൂര്? ഞാൻ ചെന്നവാടെ ഓടി കയറിയത് ബജ്ജിക്കടയിലാണ്. ഫുഡ് കഴിഞ്ഞിട്ടേ നമുക്ക് എന്തോ ഉള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ അവിടെയുള്ള എല്ലാ കടയിലും ഇങ്ങനെ കയറി ഇറങ്ങി. ഞങ്ങൾ അമ്പലത്തിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഒരു ദിവസം വന്നിട്ട് കയറാന്ന് വിചാരിച്ചത്. പക്ഷെ അന്ന് കയറുന്നതായിരുന്നു നല്ലത്. ഒട്ടും തിരക്കുണ്ടായിരുന്നില്ല. പോരാത്തതിന് മഴയും ഉണ്ടായിരുന്നില്ല. ഇതിന്റെ തലേ ദിവസം പോവാന്ന് വിചാരിച്ച് ഞങ്ങൾ റെഡിയായി ഇറങ്ങിയതായിരുന്നു. അപ്പോഴാ ഒടുക്കത്തെ മഴ. മഴ ഭയങ്കരമായിട്ട് പെയ്തോണ്ടിരുന്നോണ്ട് ഞങ്ങൾ വിചാരിച്ചു പിറ്റേന്ന് പോവാന്ന്. അങ്ങനെ അവിടെയുള്ള അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെയുള്ള എല്ലാ കടയിലും ഒന്ന് കയറി ഇറങ്ങി. ഇനിയിപ്പോ അമ്പലത്തിൽ കയറാനായിട്ട് വേറൊരു ദിവസം പോകാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. പോകുന്നതിന് മുമ്പ് ഞാൻ ഒരു ഐസ്ക്രീമും കൂടെ വാങ്ങി കഴിച്ചിട്ട് നേരെ വീട്ടിലേക്ക് വിട്ടു. അപ്പൊ ഇനി ഒരു പ്രാവശ്യം കൂടി പോകാൻ പറ്റിയ ഒരു വ്ളോഗും കൂടി കാണാം. അപ്പൊ അത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാലും എല്ലാവരും ഒന്ന് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബും ചെയ്യണേ.